വർണ്ണക്കാഴ്ചയുടെ വസന്തമൊരുക്കി കനകമലരുകൾ പൂത്തു. പരപ്പനങ്ങാടി BM ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ VK സൂരജിന്റെയും മാധ്യമപ്രവർത്തക സ്മിത തോളിയുടെയും വീട്ടുമുറ്റത്താണ് കണിക്കൊന്ന പോലെ വള്ളിച്ചെടി പൂത്ത് കാഴ്ചയുടെ വർണ്ണവസന്തം തീർക്കുന്നത്. 5 വർഷം മുമ്പാണ് സ്മിത ഇങ്ങനെയൊരു ചെടി നഴ്സറിയിൽ നിന്നും വാങ്ങിച്ച് നട്ടുവളർത്തിയത്. ഡോളി ചന്ദ്ര അൺകുയിസ് കാറ്റി എന്ന പേരിലുള്ള ഈ വിദേശ വള്ളിച്ചെടി 6 മാസം കൊണ്ട് മതിലിൽ പടർന്നു കയറി തുടങ്ങി. ചെടികൾക്ക് താങ്ങായി ഇരുമ്പ് ഗ്രിൽ സ്ട്രക്ചർ കൂടി പണി കഴിപ്പിച്ചതോടെ കാറ്റ് ക്ലൗ ക്ലീപ്പർ എന്ന ഈ വള്ളിപ്പടർപ്പുകൾ ഇടതൂർന്നു വളർന്നു. കഴിഞ്ഞ ജനുവരി മുതലാണ് ഇലകൾ കാണാനാകാത്ത വിധം കണ്ണിനിമ്പമായി ഇവ പുഷ്പിച്ചു തുടങ്ങിയത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് വള്ളിച്ചെടികളിൽ മഞ്ഞ നിറത്തിൽ മനോഹരമായ പൂക്കൾ വിരിയുന്നത്. ആരും നോക്കി നിന്നു പോകുന്ന മഞ്ഞ കനകമലരുകൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ഒരു തൈ കിട്ടുമോ എന്ന് അന്വേഷിക്കുവാനുമായി നിരവധി പേർ സൂരജിൻ്റെ കുടുംബത്തെ സമീപിക്കുന്നുണ്ട്. ഒരു പൂച്ചയുടെ നഖത്തോട് സാമ്യാകൃതിയിൽ പൂക്കുന്ന തിളക്കമുള്ള മഞ്ഞപ്പൂക്കളാണ് ഇതിൻ്റെ പ്രധാന ആകർഷണീയത. വേലികളും ചുവരുകളും മൂടാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന തരത്തിൽ വേഗത്തിൽ വളരുന്ന മരം പോലുള്ള വള്ളിയാണിത്. പൂച്ചയുടെ നഖത്തോട് സാമ്യമുള്ള ചെറിയ കൊളുത്തിയ ഞരമ്പുകൾ കൊണ്ടാണ് ഈ ചെടിക്ക് കാറ്റ് ക്ലൗ ക്രീപ്പർ എന്ന പേര് ലഭിച്ചത്. പൂർണ്ണ സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടങ്ങളിൽ അതിവേഗം വളരുന്ന ഈ ചെടി വസന്തകാലത്ത് സമൃദ്ധമായി പൂക്കുന്നു. പാമ്പ് കടിയേറ്റതിന് ഒരു മറുമരുന്നായി നാടോടി വൈദ്യത്തിൽ ഈ ചെടിയുടെ ഉപയോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് ആയിരിക്കുന്നതിന് പുറമെ ഡെർമറ്റൈറ്റിസ് ചികിത്സിക്കാനും ഇത് ഉപയോഗിക്കുന്നു. കൂടാതെ വീക്കം കുറയ്ക്കുന്നതിനാൽ കുടൽ രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ, വാതം, അതിസാരം, മലേറിയ എന്നിവയുടെ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഇലകൾ ട്യൂമർ വിട്രൈ പനോസോമൽ വിരുദ്ധമാണെന്നും പറയപ്പെടുന്നുണ്ട്. പരപ്പനാടൻ പൾസ്.